ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു പുതിയൊരു ലെറ്റ്സ് പ്ലേ വേൾഡും കാര്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ബേസും കാര്യം തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എന്തായാലും നോക്കാം. നമുക്കിന്നൊരു ചെറിയൊരു ബേസും കാര്യം തന്നെ സെറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ബേസ് എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള റിസോഴ്സ് ഗ്യാതറിംഗ് ഒക്കെ നടത്താം. അപ്പം നമ്മൾ ഇവിടെയാണ് ബേസ് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ബേസും കാര്യം തന്നെ ആദ്യം പണിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നട്ട ഇത് മരമൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് മരവും കാര്യം തന്നെ മുറിച്ചിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇനി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ താഴെ പോയിട്ട് വല്ല മരവും കാര്യം കണ്ടുപിടിച്ച് നമുക്ക് ബേസിൻ്റെ പണി പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു മഴയൊന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കേവ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങണം. അപ്പം ആദ്യം നമുക്കൊരു ചെറിയ ബേസ് പിന്നെ മരമുണ്ട്. ഇത് പോരാ, നമുക്ക് ആദ്യം തന്നെ ഇത് വെട്ടിയിട്ട് വാങ്ങാം. ഇതൊന്നും പോരാനാണ്. നമ്മൾ വലുതായിട്ട് ഫാൻസി ആയിട്ടൊന്നും ചെയ്യില്ല, ഒരു ചെറിയൊരു ബേസ് അത്ര നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 4 എണ്ണമായി. ഗൈസ് നമുക്കൊരു ഫോറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്ക് ഫോറസ്റ്റ്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബിൽഡിലേക്ക് പോകാം. നമ്മളത് താഴത്തോട്ട് ഇറങ്ങുവാണ്. ഓക്കേ, ഇത് എത്തി. നമ്മളത് ഇവിടുന്ന് മരങ്ങളൊക്കെ മുറിച്ച് നമ്മളൊന്ന് ബേസ് കാര്യം തന്നെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ഒരു 10 എണ്ണം എടുക്കാമല്ലോ. 10 എണ്ണം പോരെ ചെയ്യും. കുറച്ച് അത്യാവശ്യം മരങ്ങൾ പറ്റുവാണെങ്കിൽ നമുക്കൊരു സ്റ്റാക്കെങ്കിലും ഒപ്പിച്ചുകൊണ്ട് പോവാം കേട്ടോ. 1 2. ഞാൻ എന്തായാലും ഈ വുഡൊന്ന് മുറിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വുഡും കാര്യം തന്നെ ഏകദേശം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഓവറായി. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അതിൽ എനിക്ക് സോംബീസായിട്ടൊന്നും അടി കൂടാൻ പറ്റില്ല, ഒന്ന് കിടക്കാൻ പറ്റട്ടെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് സമയം വൈകിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലോട്ട് കയറണം. അതാണ് നമുക്ക് ബേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാക്ക് കിട്ടിയില്ല, 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറാം. യെസ് ഐ ക്യാൻ കയറട്ടെ. നമ്മളങ്ങനെ മുകളിലോട്ട് എത്താറായിട്ടുണ്ട്. നമ്മളങ്ങനെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ കയറിയാൽ ഇതാ നമ്മളെത്താറായി. മുകളിലെത്താറായി. എത്തിയല്ലോ. എത്തിയില്ല. വീണ്ടും ഒരു സ്റ്റെപ്പ്. നമ്മുടെ ഫുഡില്ലല്ലേ? ഇല്ല. ഫുഡ് കയ്യിലുണ്ടോ? ഫുഡില്ല. 3 ബ്രെഡ് ഇരിക്കുന്നുണ്ട്, ഉപയോഗിക്കാം. നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളും കളക്ട് ചെയ്യേണ്ട കാര്യം. ഇവിടെ സ്റ്റോൺ കളിക്കാം. ഇതിനെ ഒരു സ്റ്റാക്കായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ മൈൻ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതേ കോളും മയൂണും ഒന്നിച്ചിരിക്കുന്നുണ്ടോ. ലക്കെന്ന് പറയുമ്പോൾ ഇതാ ലക്ക് കണ്ടോ. ഞാൻ ചുമ്മാ മൈൻ ചെയ്ത് വരുമായിരുന്നു. അപ്പം നമുക്ക് കിട്ടി. നമുക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് എന്തോരം അവിടെ നിന്നിട്ട് നമുക്ക് കേവിലോട്ട് ഇറങ്ങി പോലുമില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും നമ്മൾ കേവിലോട്ട് ഇറങ്ങും കേട്ടോ, എന്തായാലും. അപ്പം നമുക്കിതൊന്ന് ഫുൾ എന്തോരാണോ നോക്കി. എന്താ കണ്ടാ ഈ ദൂരം കിട്ടണേന്ന് നോക്കിയേ. നമുക്ക് കോളും അതിനനുസരിച്ച് കിട്ടും. കോളിനൊക്കെ നല്ല ആവശ്യമുണ്ട്. കാരണം നേരത്തെ നമുക്ക് കേവിലായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് കേവിലേക്ക് ഇറങ്ങാം, ടൈമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഈ കോൾ അങ്ങോട്ട് കളക്ട് ചെയ്തേക്കാം.
ഒരു അയൺ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം എത്ര എൻ്റെ എത്ര അയണുണ്ട്? 14 അയൺ കിട്ടിയിട്ടോ. ഒരു സ്റ്റാക്കായി നമുക്ക് ഇതാവുന്നു, ഫുൾ അയൺ ആർമർ ആവുന്നു. കുഴപ്പമില്ല. അത്യാവശ്യം കോളും കാര്യം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കോളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു, ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കിത്. ഇതെൻ്റെ രണ്ടാമത്തെ പിക്കാസ. പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വർക്ക് കാര്യം തന്നെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് എത്ര കോൾ കിട്ടി? നമുക്ക് ഒരു സ്റ്റാക്ക് കോൾ ഇവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റി. എങ്കിലും നമുക്ക് നേരെ തിരിച്ചു പോവാം. തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോവാം. നമ്മുടെ ബേസ് എവിടെ? ഓക്കെ, ഇവിടെ കണ്ടെന്നുണ്ട് നമ്മുടെ ബേസ്. ബേസും പോയിട്ട് ബേസ് ആയിട്ടില്ല. ഇവിടെ നമ്മൾ ബേസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാണ്. നമ്മുടെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ പുതിയ ബേസും കാര്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അയണില്ല, ഈ കോൾ വെച്ച് കുറച്ച് സ്മെൽറ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് സ്മെൽറ്റ് ചെയ്യാം. അയൺ കാര്യം അവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്കധികം ഈ ഒരു ബിൽഡിൻ്റെ പണി കാര്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു പോയിന്റിൽ നിന്ന് 1 2 3 4 5 മതിയോ? 5 ബ്ലോക്ക് മതി നമുക്ക്, അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 1 2 3 4 5 6 7 അത് മതി. 7 മതി. ഇനി 1 2 3 4 5 കറക്റ്റാണല്ലോ അല്ലേ? അതായിരിക്കും. ഓക്കെ, കറക്റ്റാണ്. കറക്റ്റാണല്ലോ. എണ്ണം തെറ്റിപ്പോയോ? പക്ഷേ എണ്ണം തെറ്റിയെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കറക്റ്റായത്. അത് ഇടയ്ക്കൊക്കെ ലാഗ് അടിച്ചപ്പോൾ അങ്ങനെ ആയതായിരിക്കും. ഇനി ഇങ്ങോട്ട് എത്തണം. 1 2 3 4 5 6 7 ഓക്കെ 8 9 10 അത് മതി. നമുക്ക് കുറച്ച് നീളം ബാക്കിലോട്ട് നീങ്ങാൻ പറ്റും. 1 2 3 4 5 ഓക്കെ. പിന്നെ എൻ്റെ എണ്ണം തെറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിത് കറക്റ്റായി ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ബേസിൻ്റെ ഏകദേശം ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയെങ്കിൽ കൊള്ളാം. നമ്മളിത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോണിൻ്റെ കുറവുണ്ട്, നമുക്കതൊന്ന് പരിഹരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മളിതിന് ചുറ്റും വുഡാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വുഡ് വെച്ചിട്ട് പണി കാര്യങ്ങൾ തുടങ്ങാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് പ്ലാങ്കും കാര്യം തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ വുഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി കാര്യം തന്നെ തീർക്കണം. ഇതിൻ്റെ ഗെയിം ചെറുതായിട്ട് ലാഗാവുണ്ട് കേട്ടോ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഈ വുഡിൻ്റെ ഇവിടെ സൈഡിലൊക്കെ പ്ലാങ്ക് ഇങ്ങനെ വയ്ക്കാം. മുകളിൽ നമുക്ക് സ്ലാബ് വയ്ക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ല. നമുക്കൊരു ഫുള്ളായിട്ട് നമുക്ക് കവർ കാര്യം തന്നെ ചെയ്യണം. മൊത്തത്തിലൊന്ന് കവർ കാര്യം തന്നെ ചെയ്യണം. ഇത് മൊത്തം അങ്ങോട്ട് കവർ ചെയ്യണം. ഇവിടെ ചെറിയ ലാഗ് അടിക്കില്ല, എന്താ പ്രശ്നം എന്ന് അറിയാൻ പാടില്ല കേട്ടോ. നമുക്ക് എന്തായാലും മൊത്തം ഇതൊന്ന് കവറും കാര്യം തന്നെ ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇവിടെ വലിയ ഫാൻസി ആയിട്ടുള്ള ബിൽഡൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല, നമുക്ക് ചെറിയൊരു ബിൽഡ് ബേസിക്കായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത്
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ ഒരു വീടിൻ്റെ ഏകദേശം ഇതെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിന് പെട്ടെന്ന് തന്നെ ഇവിടെ സൈഡ് ഗ്രാസ് നമ്മുടെ ഷവട് കാര്യങ്ങളെ പൊട്ടിപ്പോയി നമുക്കവിടെ മൊത്തം നമുക്ക് തറ മൊത്തം വുഡ് വരെ ഇങ്ങനെ നിറയ്ക്കാം കേട്ടോ. അതാ നല്ലത്. ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞാൽ അവസാനിക്കണം. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഇതിന് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡ് തന്നെ മൈനിങ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഡയമണ്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഈ ഒരു ക്ലിയർ ചെയ്ത് കളയാം, ഈ ഗ്രാസ് അങ്ങനെ ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്കിവിടെ മൊത്തം ഈ പ്ലാന്റ് കാര്യം തന്നെ വയ്ക്കാം. മൊത്തം നമുക്ക് പ്ലാന്റ് കാര്യം തന്നെ നിരത്തി വയ്ക്കാം. പ്ലാന്റ് കാര്യം തന്നെ നിരത്തി വയ്ക്കാം. നമ്മളങ്ങനെ പ്ലാന്റ് കാര്യം തന്നെ നിരത്തി വയ്ക്കാം. നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഇനി 4 കൂടെ കുറവുണ്ട്. അത് ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് കുറച്ച് വുഡും കാര്യം തന്നെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വീടിൻ്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് വുഡും കാര്യം തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിലും കൂടെ വർക്ക് ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ക്രീപ്പറൊന്നും പൊട്ടിയായിരുന്നു, അതിൻ്റെ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് നെയ്റ്റ് മൊത്തം ഉണ്ടായിരുന്നു. റെക്കോർഡിങ് അല്ലായിരുന്നു പറയാം. പിന്നെ നമുക്ക് 3 സ്കെൽറ്റനും കിട്ടി. അത് നമ്മൾ നൈറ്റായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിൽക്കുമായിരുന്നു. ഞാൻ അപ്പുറത്തേക്കൊരു കാര്യത്തിന് പോയപ്പോൾ നൈറ്റായി. പിന്നെ ക്രീപ്പർ പൊട്ടി തെറിച്ച് ഞാൻ 1 പ്രാവശ്യം മരിച്ചു. പിന്നെ സ്കെൽറ്റൻ എന്നെ കുറേ നേരം അടിച്ചു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം മരിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറണം. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി ഇവിടുന്നൊരു പില്ലർ വർക്ക് ചെയ്യുക. ഞാനെടുക്കുമ്പോൾ കുറച്ച് സ്റ്റോണും കാര്യം തന്നെ പോയി കണക്ട് ചെയ്തുകൊണ്ട് വന്നു, അത് ആവശ്യം വരുമെന്നുള്ള രീതിയിൽ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് പ്ലാങ്ക് ആക്കാം. ഇങ്ങനെ പ്ലാങ്ക് ആക്കിയിടാം. പാങ്ങിട്ട് വയ്ക്കേണ്ട വരും. ഓക്കെ, നമുക്കൊരു 3 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. നമുക്കൊരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ കളക്ഷൻ വെച്ചിട്ട് കുറച്ചും കൂടെ നമുക്ക് വേണം. കുറച്ചും കൂടെ നമ്മളിങ്ങനെ 1 2 3 നമ്മളിവിടെ നട്ട മരമൊക്കെ വളർന്നു കേട്ടോ. അതൊന്ന് നോക്കണം. 3 വീണ്ടും ടെമ്പററി ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അതിലോട്ടിനി ചാടാൻ പറ്റില്ല. കുറച്ചും കൂടെ എൻ്റെ ഐറ്റംസൊക്കെ പോയിട്ടോ. ആ ക്രീപ്പർ ഒന്ന് പൊട്ടിച്ചറിച്ച് എൻ്റെ 2 പ്രാവശ്യം പഠിച്ചു എൻ്റെ ഐറ്റംസൊക്കെ കാണാതെ പോയി. ഇനി അതൊക്കെ വീണ്ടും നമ്മളൊന്ന് വീണ്ടും ഉണ്ടാക്കണം. നമ്മൾ ആ കളക്ട് ചെയ്ത് വെച്ചാൽ 14 അയണും കഥം നോക്കുകയാണ്. ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ അയണും കോളും കാണാതെ പോയിട്ടുണ്ട്. അത് ക്രീപ്പറൊന്ന് പിടിച്ചപ്പോൾ എല്ലാം പോയി തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഫെയിലിയർ ആയിട്ട് തുടങ്ങുന്നുണ്ട്. സീനില്ല, നമുക്ക് വീണ്ടും മോളിലോട്ട് കയറാൻ. ഞാൻ എന്തായാലും ഈ വീടിൻ്റെ പണി മൊത്തം തീർത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഓക്കെ ഗൈസ്, നമ്മുടെ ബേസിൻ്റെ പണി ഏകദേശം തീർത്തിട്ടുണ്ട്. ഏകദേശം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ. ഇപ്പം നൈറ്റ് ആയിരുന്നു കേട്ടോ. നൈറ്റ് ആയപ്പോൾ ചാത്തന്മാർ ഇറങ്ങി ഇവിടെ ക്രീപ്പർ 1-2 പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് മൈനിങ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 അടുപ്പിച്ച് കോളും 17 ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് സ്മെൽറ്റ് ചെയ്തെടുത്ത് ഇട്ടിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടോർച്ചും കാര്യങ്ങളും ഉണ്ടാക്കാം. കുറച്ച് ടോർച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ വെട്ടായിക്കോട്ടെ. നമുക്ക് എന്നാലും ഇതിട്ട് കൊടുക്കാം. വിൻഡോസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാം. കടിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വുഡ് എന്തായാലും തികഞ്ഞില്ലാന്ന്. പിന്നെ ഞാൻ കുറച്ച് പോയി മൈനിങ്ങിന് പോയി. അല്ല, വുഡ് മരം മുറിക്കാൻ പോയായിരുന്നു. അങ്ങനെ കുറച്ച് വുഡ് നമുക്ക് കിട്ടി. അപ്പം നമുക്കിവിടെ 2 ഡോർ സെറ്റ് ചെയ്യാം. നമ്മുടെ ബീവിൻ്റെ അവസ്ഥ ഓക്കെ, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് ഇവിടെ മൊത്തം ചേഞ്ച് ആയിരുന്നു തന്നെ വരുത്തണം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.